ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വീണ്ടും കണ്ണൂർ സ്പെഷ്യൽ ആയിട്ടുള്ള കമീറയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടില്ല. ഞാൻ ചിക്കൻ വെച്ചിട്ട് ഇതിട്ടിട്ട് ഒരുപാട് പേര് ട്രൈ ചെയ്ത് നല്ല ഫീഡ്ബാക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മുട്ട വെച്ച് ചെയ്യാൻ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ മുട്ട വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കമീറയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര, 3/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. സാധാരണ ഈസ്റ്റാണ് എടുക്കുന്നതെങ്കിൽ ഇതൊന്ന് പൊങ്ങാൻ വെച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ഇൻസ്റ്റൻറ്റ് ആയതുകൊണ്ട് ഡയറക്റ്റ് പൊടിയിൽ ചേർക്കാം. അപ്പം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ഇളം ചൂടുള്ള പാൽ ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. നിങ്ങളുടെ കയ്യിൽ പാലില്ലെങ്കിൽ ഇളം ചൂടുവെള്ളം എടുക്കാം. പക്ഷെ പാലാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാണ് കഴിക്കുന്ന സമയത്ത്. അപ്പം നന്നായിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിയേക്കാൾ ഇച്ചിരിയും കൂടി ലൂസായിരിക്കണം, അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കണം മാവ്. അപ്പം അത്യാവശ്യം നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കാൻ നോക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചിട്ട് നന്നായിട്ട് എല്ലാവരുടെയും ഓയിലൊന്ന് പുരട്ടി കൊടുക്കുക. അപ്പം ഇത് പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. അപ്പോൾ 2 സൈഡും നമുക്ക് ഇതേപോലെ ഓയിലാക്കി കൊടുക്കുക. അതുപോലെ തന്നെ ആ ബൗളിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. 1 മണിക്കൂർ കൊണ്ടൊക്കെ എനിക്ക് പൊങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ അതിൽ കൂടുതൽ സമയം എടുക്കും. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ചിട്ട് ഇനി മസാല റെഡിയാക്കാം. അപ്പോൾ മസാല ഉണ്ടാക്കാനായിട്ട് നമുക്കിവിടെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ വേണമെന്നില്ല, വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല. അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ 1 പച്ചമുളക് ചേർക്കുന്നുണ്ട്. അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. അത് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. ചെറുതൊക്കെ ആണെങ്കിൽ 3 എണ്ണമൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് പെട്ടെന്ന് വഴറ്റിയെടുക്കാം. ഒട്ടും തന്നെ കടിക്കാത്ത രീതിയിൽ വഴറ്റിയെടുക്കുകയാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ അതേ ഞാനിത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിനകത്തോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. എരിവ് നോക്കിയിട്ട് ചേർക്കുക. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ആദ്യമേ ഉള്ളി വഴറ്റിയതിന് ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാൻ മറന്നു പോയിട്ടുണ്ട്. അത് 1/2 ടീസ്പൂൺ ഞാൻ ഇപ്പം ചേർത്തിട്ടുണ്ട്. അപ്പോൾ പൊടി ചേർക്കുന്നതിന് മുമ്പ് ചേർക്കായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. അപ്പം ഞാൻ മറന്നു പോയതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ അതിനുശേഷം ഞാൻ ഇതിനകത്തോട്ട് 3 മുട്ട പുഴുങ്ങിയത് ചെറിയ പീസായി കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഒന്ന് തവി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. നല്ലപോലെ മസാല എല്ലാവരുടെയും പിടിച്ചിരിക്കും. ഇനി നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. നമ്മുടെ മസാല ഇവിടെ റെഡിയായി. ഇനി നമുക്ക് പണിയൊന്നുമില്ല. അപ്പോൾ അതേ ഇനി നമ്മുടെ മാവ് പൊങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് എടുക്കാം. അത്യാവശ്യം നന്നായിട്ട് തന്നെ പൊങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തൊന്നും വേണ്ട. ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇത് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കുക. അപ്പം നമുക്ക് എളുപ്പത്തിൽ നമുക്കത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാൻ പറ്റും. ഇതേപോലെ ചെയ്താൽ മതി. ഒരുപാട് ക്രാക്ക് ഇല്ലാതെ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. ക്രാക്ക് ഉണ്ടെങ്കിൽ ഫ്രൈ ചെയ്യുമ്പോഴേ അത് കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ ഇതേപോലെ ഒന്ന് എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ 2 സൈഡും ഒരേപോലെ തന്നെ നമുക്ക് കിട്ടും. ഒരുപാട് കട്ടിയിൽ ചെയ്യേണ്ട. അതുപോലെ തന്നെ വലിയ ബോൾസ് എടുക്കരുത്. കാരണം ഫ്രൈ ചെയ്യുമ്പോൾ അത് ഡബിൾ സൈസായിട്ട് മാറും. അപ്പോൾ ഏകദേശം ഈ മാവ് വെച്ചിട്ട് ഒരു 10 എണ്ണം ഒക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. ഞാൻ അത്രയും ചെയ്തിട്ടുണ്ടാവില്ല, കുറച്ച് വലിപ്പമായി പോയി എൻ്റെത്. ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഏകദേശം 7 എണ്ണമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 9 എണ്ണമൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി ചെറിയ സൈസായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യണം. അതിന് മുമ്പായിട്ട് ഒരു മുട്ട നന്നായിട്ട് അടിച്ചതിൽ നമുക്കിതൊന്ന് മുക്കി കൊടുക്കാം. അതിനുശേഷം ബ്രെഡ് വെച്ച് നന്നായിട്ട് പൊതിഞ്ഞെടുക്കുക. നിങ്ങൾക്ക് മുട്ടയുടെ വെള്ളം മാത്രമായിട്ട് വേണമെങ്കിലും എടുക്കാം കവർ ചെയ്യാനായിട്ട്. അപ്പം നന്നായിട്ട് നമുക്ക് ബ്രെഡ് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നമുക്ക് കുറച്ച് നേരം ആ മാവ് കുഴച്ച് വെക്കണമെന്നേ ഉള്ളൂ, അല്ലാതെ വലിയ മെനക്കെടൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതിന് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് ഏകദേശം ഒന്ന് മുക്കി പൊരിക്കാൻ പറ്റുന്ന അത്രയും എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മീഡിയം ചൂടാവുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്, കാരണം ഉള്ളു വേവാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം കട്ടിയിലാണ് മാവ് എടുക്കുന്നത് അതിനനുസരിച്ച് സമയം എടുക്കും ഇത് ഫ്രൈ ആവാനായിട്ട്. അപ്പം നന്നായിട്ട് നമുക്ക് ഇതുപോലെ തിരിച്ചു മറിച്ചു വിട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പരന്ന പാത്രമൊക്കെ ആണെങ്കിൽ നമുക്ക് 2-3 എണ്ണമൊക്കെ ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ.
അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ എണ്ണയൊന്നും കുടിച്ചിരിക്കുകയൊന്നുമില്ല, അതൊന്ന് ടിഷ്യൂ പേപ്പറിലോട്ട് മാറ്റിയാൽ മതി. ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൽ മസാല ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിത് ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിൽ കട്ട് ചെയ്യാം. അപ്പോൾ അതേ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അടിഭാഗം കട്ട് ചെയ്തിട്ടുമില്ല. ഇങ്ങനെ വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ടൊമാറ്റോ സോസ് വെച്ച് കൊടുക്കാം, മയണൈസ് വെച്ച് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ടൊമാറ്റോ സോസ് മാത്രമേ വെച്ച് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ മസാല നിറയെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഞാൻ ഉള്ളിലാണ് കേട്ടോ അടുത്തതിൽ ടൊമാറ്റോ സോസ് ഒഴിക്കുന്നത്. മയണൈസ് ഉണ്ടെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം, അതാണെങ്കിലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും 2 ടേബിൾ സ്പൂണോളം മസാല വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ മുട്ട കമീറ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പെട്ടെന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ മറ്റൊരു കിടക്കും വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.